ഈ നാട്ടിൽ മലക്കുകൾക്ക് പരിചയമുള്ള, എല്ലാ മലക്കുകൾക്കും അറിയുന്ന രണ്ടാമത്തെ വീട് ഖുർആൻ ഓതുന്ന വീടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീടുകൾ, ആ വീടുകൾ മലക്കുകൾ, ആ വീട് പ്രകാശിക്കുമെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. ആ സമയത്ത് അലിയാരി തങ്ങൾ പറഞ്ഞ, അള്ളാഹു നിന്റെ ദുനിയാവ് ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കട്ടെ, അള്ളാന്റെ പള്ളി പ്രകാശിപ്പിച്ചതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഏത് വീടിൻ്റെ അകത്ത് ഓതുന്നുണ്ടോ ആ വീട് പ്രകാശിക്കും. ആ വീട് മലക്കുകൾക്ക് പരിചയമുള്ള വീടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ പരിശുദ്ധമായ ഖുർആൻ മരിച്ചാൽ, ആരെങ്കിലും മരിക്കുമ്പോൾ എടുക്കാനുള്ള ഒന്നായി ഖുർആൻ മാറി. ആരെങ്കിലും ഒന്ന് മരിക്കണം എങ്കിലേ എടുക്കത്തുള്ളത്. പലരും അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക, സൗദിന്ന് കൊണ്ടുവന്നതാ, നിരത്തി വെച്ചിരിക്കുക. നിരത്തി വെക്കാൻ എന്തേപ്പാ, ഇത് പ്രദർശന വസ്തുവാ, അങ്ങനെ ഒരിക്കലും വെക്കരുത്. അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുക, നീ അത് തുറന്നു നോക്കണം, ഇല്ലെങ്കിൽ നിന്നെ ശപിക്കും. ഖുർആൻ തുറന്നു നോക്കണം, ഇല്ലെങ്കിൽ ശപിക്കും നിന്നെ. എല്ലാവർക്കും വലിയ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസം, പ്രതിസന്ധി. ഉസ്താദെ ഗൾഫൊക്കെ ആകെ പോയി ഉസ്താദെ, കച്ചവടം ഇപ്പോൾ വൈകുന്നേരം കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നുമില്ല ഉസ്താദെ. നല്ലതാ, കാരണം ഇത്തിരി അഹങ്കാരം കൂടിപ്പോയി എല്ലാത്തിനും. അള്ളാഹു നന്ദി ആരും ഇല്ലല്ലോ. എടാ, ഈ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോൾ ഈ പരിസരത്ത് എത്ര കടകളും വീടുകളുണ്ട്, എത്ര പേരാ നിസ്കരിക്കാൻ പോവാ? എന്തേ പോകാത്തെ? ഉസ്താദെ, ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ ഒരാൾ വന്നാ എൻ്റെ കച്ചവടം പോവല്ലോ അല്ലേ? ഞാൻ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറുമ്പോൾ ഒരു കസ്റ്റമർ വന്നാ എൻ്റെ കച്ചവടം പോവല്ലോ അല്ലേ? എന്നാലേ നിനക്കിത് ആരാ തന്ന? അള്ളയല്ലേ തന്നെ. ഈ കടയും ഈ വീടും ഇതൊക്കെ തന്നത് അള്ളയല്ലേടാ. ആ അള്ളാഹിക്ക് നിന്നെ ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ടെ വല്ലതും തായെന്ന് പറഞ്ഞ് യാചിപ്പിക്കാനും കൂടെ അറിയാനുണ്ട്. നീ മറന്നുപോയേ. അതിനും അള്ളാഹിക്ക് പറ്റുമല്ലോ. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹിനെ മറന്നു പോകരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ജീവിതത്തിൽ എല്ലാവർക്കും വല്ലാത്ത പ്രയാസം. ഉസ്താദെ, പെമ്മക്കളാ ഉസ്താദെ, എങ്ങനെ കെട്ടിക്കും ഉസ്താദെ, എങ്ങനെ കെട്ടിക്കും? പണ്ട് ഒരു പള്ളിയിലും പിരിവെടുക്കാവൂ. ലെറ്റർ പേടും പിടിച്ചുകൊണ്ട് പണ്ട് ഏത് വാപ്പായ പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുത്ത്? ഒരു 10 കൊല്ലം മുമ്പ്, ഒരു 15 കൊല്ലം മുമ്പ് ഏത് വാപ്പയാ പള്ളിയുടെ മുന്നിൽ ഇരുന്ന് പിരിവെടുത്തത്? ലെറ്റർ പേടും കൊണ്ടുപോയി മക്കളെ കെട്ടിക്കാൻ. എത്ര പേരാ ലോൺ എടുത്ത്, പലിശക്കെടുത്ത്? എത്ര പേരാ? ചിന്തിച്ചു നോക്ക്. നിങ്ങളൊക്കെ പെണ്ണ് കെട്ടിയവരല്ലേ മനുഷ്യന്മാരെ? നിങ്ങളുടെയൊക്കെ പെണ്ണുപിള്ളമാരെ കെട്ടിച്ചെന്നപ്പോ ലോൺ എടുത്തിട്ടാ കെട്ടിച്ചെന്നെ? പലിശ പൈസ കൊണ്ടാ കെട്ടിച്ചെന്ന്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 1, 2 ഉള്ളൂ. നീ ബേജാറില്ല. എന്തിനാ നീ ബേജാറ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിന്റെ കയ്യിലുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗം പിടിച്ചു കിടക്ക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നു. മരണത്തിന്റെ സമയത്ത് അല്ലാഹുവേ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം അവസ്ഥകൾ കണ്ടപ്പോ സഹിക്കാതെ വന്നപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദേ, ഞാൻ കുറച്ചു പണം തരട്ടെ നിന്റെ കുടുംബത്തിന് വേണ്ടി? മക്കളൊക്കെ വളർന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്, അതുകൊണ്ട് കുറച്ചു പണം തന്ന് സഹായിക്കട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ കരയാൻ തുടങ്ങി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് ചോദിച്ചു, ഉസ്മാനേ, എന്നോട് നീ ഇത് ചോദിച്ചു കളഞ്ഞല്ലോ, എനിക്ക് എന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് യാതൊരു ടെൻഷനുമില്ല. എന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനുമില്ല, ഒരു ബേജാറുമില്ല. കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിഅ ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് പറയുന്ന സൂറത്ത് ഏത് വീടിന്റെ അകത്താണോ ഓതുന്നത്, ആ വീട്ടുകാർക്ക് അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ പെൺമക്കൾക്ക് ഞാൻ ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എന്റെ പെൺമക്കൾക്ക് ഞാൻ ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കൾ എല്ലാ ദിവസവും ഓതാറുണ്ട്. അതുകൊണ്ട് എന്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനുമില്ലെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് മഹാനവറുകൾ പറയാ, 3-4 പെൺമക്കൾ ഉണ്ടെന്ന് വെച്ചിട്ട് നീ എന്തിനാ രാവും പകലും കിടന്ന് ഓടുന്നേ? കിട്ടിക്കാൻ വേണ്ടി നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പൊന്നു മോളോട് പറ സൂറത്തുൽ വാഖിയ പഠിക്കാൻ. ഇതാ വഖഅത്തുൽ വാഖിയ. താത്തമാരൊക്കെ ഉമ്മമാരൊക്കെ പെമ്മക്കളോട് പറഞ്ഞു കൊടുക്ക്, ഈ 2.25 പേജുള്ള ഈ സൂറത്തൊന്ന് പഠിക്ക്. എല്ലാ ദിവസവും മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഓത്. അല്ലാഹ് നോക്കിക്കൊള്ളും. നീ എന്തിനാ പേടിക്ക? അതെങ്ങനാ വാപ്പ മൊബൈൽ പിടിച്ചു കൊടുക്കും, ഉമ്മായും മോളും കൂടെ ടിക്ടോക്കിൽ അഭിനയിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ന കുടുംബം എന്നറിയ, ഇതാ സ്വർഗത്തിൽ പോണ കുടുംബം. ഇങ്ങനെയുള്ളതൊക്കെയാ. ഇങ്ങനെ ചിന്തിക്ക്, വാപ്പായ മൊബൈൽ പിടിച്ചു കൊടുക്കണേ. വാപ്പ ഇങ്ങനെ പിടിച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെ പെണ്ണും പിള്ള താത്താമാരുടെ ഒക്കെ ടിക്ടോക്ക് ഞാൻ പറയണില്ല. അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലേ എടാ, ഈ 10-20 വയസ്സുള്ള പെൺപിള്ളാര് ചെയ്താ പറയാ തമീസായില്ലെന്ന്, പക്വത എത്തിയില്ലെന്ന് പറയാം. ഈ 40 കളഞ്ഞ പള്ളിക്കൂടി പോകാതിരിക്കണ ഈ ഉമ്മായിക്കിനി എന്നാ തികയുന്നേ? ഈ പെണ്ണുങ്ങള് പൈപ്പിന്റെ ഒട്ടി വെള്ളമെടുക്കാൻ നിൽക്കണ പോലെ ഈ മാക്സി എടുത്തൊരു ചുരുട്ടിയും വെച്ചിട്ട് കിടന്ന് കാണിക്കണ പേക്കൂത്തുകൾ കണ്ടിട്ടുണ്ടാ? മരിക്കേണ്ടതാണെന്നുള്ള ചിന്ത ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ലാതെ പോയി. ടിക്ടോക്കിന്റെ കാലം. വാപ്പായും ഉമ്മായും മക്കളും കൂടെ. ചങ്ങായി വീട്ടിൽ പോയിട്ടെ പൊന്നു മോളോട് പറ സൂറത്തുൽ വാഖിയ പഠിക്കാൻ. മഗ്രിബ് കഴിയുമ്പോ ഇരുന്ന് ഓതാൻ പറ. നീ ഇങ്ങനെ കിടന്ന് ഓടണ്ട സമാധാനം ഇല്ലാതെ. ഇത് ഓതിയിട്ടാ നിന്റെ വാപ്പ 5 എണ്ണത്തിനെ കെട്ടിച്ചു വിട്ടേ. ഇത് ഓതിയിട്ടാ നിന്റെ വാപ്പ ലോൺ എടുക്കാതെ കെട്ടിച്ച്. പള്ളി പിരിവിന് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. തെണ്ടാൻ പോയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നിന്റെ വാപ്പ 5-6 മക്കളെ കെട്ടിച്ചത് ഈ ഖുർആനിന്റെ ഈ സൂറത്ത് ഓതിയിട്ട. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, എനിക്ക് പൈസ ഒന്നും വേണ്ട, എന്റെ മക്കൾ സൂറത്തുൽ വാഖിയ ഓതുന്നുണ്ട്. വാഖിയ ഓതിയാൽ അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖുർആനിൽ ഇല്ലാത്ത എന്താ ഉള്ളേ? നമുക്കാ ഖുർആൻ തിരിയാത്തത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഖൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. നമുക്കാ ഖുർആൻ തിരിയാത്തത്. എല്ലാ വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആൻ. ഒന്നില്ലാത്ത എന്തയില്ലാത്ത ഏതു മാരക രോഗത്തിനുമുള്ള മരുന്ന് ഖുർആനിലുണ്ടല്ലോ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഏതു മാരക രോഗത്തിനുള്ള മരുന്ന് അതന്നെ ഖുർആൻ. 7 ആയത്തുണ്ടല്ലോ, ഷിഫാഇന്റെ 7 ആയത്ത്. അതല്ലേ മരുന്ന്. ഉസ്താദ് വീടില്ല, ഉസ്താദ് വീടുണ്ടാകാനുള്ള സൂറത്ത് ഖുർആനിലുണ്ടല്ലോ. ഉസ്താദ് കല്യാണം കഴിക്കണം, ഓതാണ്ടല്ലോ സൂറത്ത്. ഉസ്താദ് വീടിന്റെ പണി പകുതി കിടക്കുന്നു, പൂർത്തീകരിക്കണം, അതിനുണ്ടല്ലോ സൂറത്ത്. എല്ലാത്തിനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു മരുന്നുകൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കത് തിരിയാഞ്ഞിട്ട. എന്തിനാ സഹോദരങ്ങളെ ദുനിയാവ് ആഖിറവും എന്തിനാ ഈ ഉസ്താദന്മാർ യാസീൻ ഓതുന്നേ? മരിച്ച വീട്ടിൽ പോയ യാസീൻ, ഖബറിന്റെ ചാരത്ത് പോയ യാസീൻ. വേറെ സൂറത്തൊന്നും ഓതത്തില്ലല്ലോ, എന്തേ ബക്കറ ഓതിക്കൂടെ അവിടെ നിന്നുകൊണ്ട്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്ത് ഓതിക്കൂടെ? എന്തിനാ യാസീൻ ഓതുന്നേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യാസീൻ ഓതിയ കിട്ടുന്ന പ്രതിഫലം, അതിന്റെ മഹത്വം നമുക്കറിയാഞ്ഞിട്ടാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഉസ്താദിന്റെ കൈമടക്കാൻ നീ കൊടുക്കണം 500 കൊണ്ടല്ലേ ജീവിക്കണം പാവപ്പെട്ടെ എന്നല്ല. നിന്റെ കൈമടക്കൊണ്ടൊന്നല്ല ജീവിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മരിക്കണ കാലം വരെ ആലിമീങ്ങളുടെ മഹത്വം എന്തേ? നിന്റെ വീട്ടിൽ ചിലപ്പോൾ ഒരു മാസം 25,000 തികയൂല. ഉസ്താദ് 7,000 ചെലവാക്കിയിട്ട് ബാക്കി കൊണ്ട് പൊളിച്ചുകൊണ്ട് നടക്കും. അതാ മരിക്കണ കാലം വരെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നവർ ആലിമീങ്ങൾ. അൽ ഉലമാ വറസത്തുൽ അംബിയാ. അള്ളാഹു ആ കൂട്ടത്തിലൊക്കെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞെന്തേപ്പാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യാസീൻ ഓതുന്ന എന്തിനെന്നറിയോ? എടാ, പള്ളിപ്പറമ്പിൽ പോയി നിന്നിട്ട് നിന്റെ വാപ്പാടെ ഖബറിന്റെ മുകളിൽ നിന്ന് ഈ യാസീൻ ഓതിയ അതിനടി കിടക്കണ നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി. മയ്യത്ത് കൊണ്ട് ഖബറിൽ ഇറക്കി വെച്ചിട്ട് എന്തിനാപ്പ യാസീൻ ഓതുന്നേ? അവിടെ യാസീൻ ഓതിയാൽ അടി കിടക്കണ മനുഷ്യൻ 40 ദിവസം രക്ഷപ്പെടും. അള്ളാഹു കരുണ കാണിക്കുമെന്ന് ഹദീസിലുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും വലിയ ടെൻഷനിൽ. ഉസ്താദ് വീട് വിൽക്കേണ്ടി വരുമോ? കട പൂട്ടേണ്ടി വരുമോ? കടമാകുമോ? കച്ചവടമൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ കിഡ്നി അടിച്ചു പോകുമോ? എൻ്റെ കരളടിച്ചു പോകുമോ? ഇതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മരിക്കുന്ന കാലം വരെ നിലനിൽക്കണമെങ്കിൽ ഖുർആനിലെ ഒറ്റ ആയത്തൂതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ.
ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിൽക്കും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതപ്പ വേണ്ട ഇല്ലേ? ക്യാൻസർ വന്നാൽ നീ എന്ത് ചെയ്യും? ക്യാൻസർ വന്നാലേ നീ എന്ത് ചെയ്യും? വല്ല അടയാളുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത് നടുവിന് ഭയങ്കര വേദന, പോവും തേയ്മാനമാ മരുന്ന് വാങ്ങിച്ചിങ്ങനെ കഴിയും. ഈ റമദാൻ മാസത്തിൽ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാ വീട് താഴെ ഛർദി, തല ഇറങ്ങി വീണു. പൊക്കിയെടുത്ത് ഇപ്പൊ തിരുവനന്തപുരം RCCയിലുണ്ട്. മജ്ജയിൽ ക്യാൻസർ. കള്ളുപിടിയില്ല, പെണ്ണുപിടിയില്ല, വീടി വലിയില്ല, ഒന്നുമില്ല. ക്യാൻസറാ. 35 ലക്ഷം രൂപ വേണം മാറ്റിവെക്കാൻ. മജ്ജ മാറ്റിവെക്കാൻ ലക്ഷങ്ങൾ ചെലവാ. 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട് അമീന്. 6 മാസം പ്രായമുള്ള കുഞ്ഞ് ക്യാൻസറാ. ഒരു മരുന്നുമില്ല, വീടില്ല. എൻ്റെ സഹോദരൻ മനുഷ്യന്റെ എൻ്റെ വീട്ടിൽ കിടക്ക് എത്ര കിഡ്നി പേഷ്യൻ്റ് എത്ര പേരുണ്ടെന്നറിയോ? ഞാൻ എൻ്റെ വൈഫിൻ്റെ പിതാവായിട്ട് മിക്കുള്ളപ്പോഴൊക്കെ ഈ വെഞ്ഞാറുമൂട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നൊരു ഹോസ്പിറ്റലിൽ വരും. 5 മണിക്കൂറാ. ചിലപ്പോൾ വരുന്നവരെ പിന്നീട് പോകുമ്പോൾ കാണൂല, പിന്നീട് പോകുമ്പോൾ കാണാറില്ല. മരിച്ചുപോയി. ഇത്ര തന്നെ 5-4.5 മണിക്കൂർ പടച്ചവനകത്തോട്ട് കയറ്റി. കിട്ടിയില്ലെങ്കിൽ ആഴ്ചയിലും ഇതാ ഇത്ര പേര് മരിക്കണ കാലം വരെ ഇത് തന്നെയല്ലേ ചങ്ങാതി? വല്ല മരുന്നുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ നിഅമത്ത് ഇത് നിലനിൽക്കണം. കൈ ഉണ്ടെങ്കിലേ നിനക്ക് ഗുണമുള്ളൂ, കണ്ണ് കാഴ്ച ഉണ്ടെങ്കിലേ നിനക്ക് പറ്റൂ, കാലുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നിനക്ക് പറ്റൂ. അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ നിലനിൽക്കണമെങ്കിൽ ഖുർആനിലെ ഒരായത്ത് ഓതിയാൽ മതി. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ? നിനക്ക് വേണമെങ്കിൽ ഓത്, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓത്. നിന്റെ വീട് നിലനിൽക്കണോ, നിന്റെ കച്ചവടം നിലനിൽക്കണോ, നിന്റെ കണ്ണും കയ്യും കാലൊക്കെ നിനക്ക് വേണമെങ്കിൽ നീ ഓത്. എനിക്കൊരു നിർബന്ധമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്ത് വേണോ വേണ്ടേ? വേണോ? ഒരുപാട് കാര്യമായി. ഹജ്ജിന് പോകാനുള്ള ദിക്ർ, ഹജ്ജിന് പോകണം, അതിനുള്ള ദിക്റുണ്ട്. ഇപ്പൊ ഏത് വേണം? എല്ലാം വേണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഓത്. സ്വർഗം വേണോ? ഖുർആൻ ഓതാനാ പറഞ്ഞേ. ആർക്കിന് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൈവക്കിക്ക്. അതിനും പിശുക്കന്മാരുണ്ടോപ്പാ? അരക്കയ്യന്മാരെന്നാൾ എടുക്കൂല, ഫുൾ കൈ മാത്രമേ എടുക്കത്തുള്ളൂ. വേണേ പൊക്കിക്കോ. ചിലപ്പോ ഇതിന്റെ പേര് രക്ഷപ്പെട്ടേക്കാം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഖുർആനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരു സൂറത്ത് ഓതേണ്ടതുപോലെ ഓതിയാൽ മതി. 5 ആയത്ത്. ഖുർആനിലെ 5 ആയത്ത്, 5-6 വരിയും, 5-6 വരി മാത്രമുള്ള ഒരു സൂറത്ത്. അത് ഓതേണ്ട രീതി ഓതണം. ചുമ്മാതിരുന്നിട്ട് ഖുൽ വല്ലാഹു അല്ലാഹു സമദ് അങ്ങനല്ല. അതല്ല, ഓതേണ്ട രീതിയിൽ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയ അള്ളാഹ് നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് ഓതുവോ? ഏത് സൂറത്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. സഹാബാ, ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തു ഓതാൻ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞൊരു സൂറത്ത് ഓതാൻ. സ്വഹാബികൾ ഓതാൻ തുടങ്ങി. പ്രവാചകൻ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി കരയണണ്ടപ്പോ സഹാബാക്കളിൽ പലരും കൂടെ കരയാൻ തുടങ്ങി. എന്തെന്നറിയില്ല, അവരും കരഞ്ഞു. ഓതി കഴിഞ്ഞപ്പോ കരയാത്ത ഒരു വിഭാഗത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ടാമതും ഓതി. റസൂലുള്ള കരഞ്ഞു, കൂടെ സ്വഹാബത്തും കരഞ്ഞു. കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? മുത്തുനബിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ള പറഞ്ഞു, കരയണം. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണം. കരച്ചിൽ വരുന്നില്ലേ? അഭിനയിച്ചോളാ നബി മുഹമ്മദ് മുസ്തഫ. സിനിമയിൽ അഭിനയിക്കാനല്ല പറഞ്ഞേ. എന്നതൊക്കെ വലിയ അഭിനയം, വല്ല ദേശീയ അവാർഡൊക്കെ ഇന്നത്തെ പെണ്ണുങ്ങൾക്കായിട്ടുണ്ടത്. എന്തൊരു അഭിനയം എന്നറിയോ? എടാ, പണ്ടൊക്കെ ബക്കറ്റ് എടുക്കാൻ സമയമായോപ്പ, 2 മിനിറ്റും കൂടെ ഞങ്ങൾ ഇരിക്കും, നമുക്കിടക്ക് അവിടെ ഇരിക്കും. പണ്ടൊക്കെ മഗ്രിബ് കഴിഞ്ഞ റോഡിലൂടെ നടന്നു പോകുമ്പോ വീടിന്റെ അകത്ത് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. ഇന്ന് നടന്നു പോയാലോ? ഏതെങ്കിലും വീട്ടിലുണ്ടോപ്പ?
എടാ, പണ്ട് ആൾക്കാർ നന്നായി ഇത് ഖുർആൻ വീട്ടിൽ സ്വന്തം വീട്ടിൽ ഓന്നല്ല. ഒരു സഹാബിയുടെ ചരിത്രം കാണാം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരനായ സഹാബിക്ക്, ആ ചെറുപ്പക്കാരൻ്റെ സ്വഭാവമുണ്ട്. ഏത് സുന്ദരിയായ പെണ്ണിനെ കണ്ടാലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നേടും. ഏത് വഴിയിലൂടെയും ഭയങ്കര ആരോഗ്യവാനാ. ഒരിക്കലും പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ പെണ്ണ് അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവളാണ്. അവളോട് ആഗ്രഹം പറഞ്ഞു, സമ്മതിച്ചില്ല. രാത്രി മതിൽ ചാടി പീഡിപ്പിക്കാൻ പോയി, ബലാത്സംഗം ചെയ്യാൻ. അവസാനം മതിൽ ചാടി വീടിന്റെ അകത്ത് പോയി ആ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് വ്യഭിചരിക്കാൻ, ബലാത്സംഗം ചെയ്യാൻ ഇങ്ങനെ തയ്യാറാകുമ്പോ തൊട്ടടുത്ത വീട്ടിൽ ഇരുന്നിട്ടൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല. ഒറ്റ ആയത്ത്. ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തി അവസാനം അവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരു ഉമ്മ ചോദിക്കാ, ഖുർആനോദാ, അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല. എഴുന്നേറ്റ് പൊക്കളഞ്ഞു. എടാ, നന്നാവ സമയായില്ലടാ, അള്ളാനെ കുറിച്ചുള്ള ചിന്തയില്ലടാ, നന്നാകണ്ടേ? ഒരൊറ്റ ചോദ്യം. ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോഴേ എഴുന്നേറ്റ് പോയി. ആ സ്വഹാബിയായി ആ മനുഷ്യൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നിതൊന്നും കാണാനില്ല, ഇതൊന്നും കാണാനില്ല. ഇന്നെല്ലാം നോക്കിയ മഗ്രിബ് കഴിഞ്ഞ കരച്ചല. നരകത്തെക്കുറിച്ച് ഓർത്തിട്ടോ, ഖബറിനെ കുറിച്ച് ഓർത്തിട്ടോ, മരണത്തെക്കുറിച്ച് ഓർത്തിട്ടോ, അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കണമെന്നുള്ള ചിന്ത ഇതൊന്നുമല്ല. സീരിയലിലെ പെണ്ണ് കരഞ്ഞ എന്റെ ഉമ്മാന്റെ കണ്ണ് നിറയും. പെറ്റ തള്ളം മരിച്ചാ കരയൂല. കൂടപ്പറപ്പ് ക്യാൻസർ പിടിച്ചിട്ട് കടന്ന് വിളിച്ചു കണ്ട ഏതെങ്കിലും താത്ത കരയോ? എന്നാ സീരിയലിൽ നടി കരഞ്ഞ ഉമ്മ കരയും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അങ്ങനെ ആയിപ്പോയി. ചില വാപ്പമാരും ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൊട്ടെന്ന് പറയണ പോലെ പള്ളി നിശായി നിസ്കരിച്ചിട്ട് പോയി കൂടെ ഇരുന്ന് കരയുന്ന മഹാന്മാരും ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഉണ്ടല്ലോ, ഭാര്യയും ഭർത്താവ്. എന്താ ഇവരാ സ്വർഗത്തിലെ ജോഡി? സഹോദര സഹോദരി, എന്ത് നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾക്കറിയാം പണത്തിന് വേണ്ടിയാ ഇവള് കരയണേന്ന്. നിങ്ങൾ പണത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടി കര. സീരിയൽ കണ്ടിട്ടല്ല, ഒരൊറ്റ സൂറത്ത് ഓതി. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ കര. മുൻകാമികൾ കരഞ്ഞത് അങ്ങനെ. ഇരിക്കണ താത്താമാർക്ക് ഏത് സീരിയലിന്റെ പേര് വെച്ചാലും അറിയാം. ഉമ്മ വാപ്പാടെ പേരെന്താന്ന് വെച്ചാൽ അറിയില്ല. സീരിയല് ചന്ദനമഴയിൽ അല്ലെങ്കിൽ പരസ്പരത്തിലെ നായികയുടെ പേരെന്താ വെച്ചാ ചാടി എഴുന്നേറ്റ് പറയും 80 വയസ്സുള്ള ഉമ്മായും. അത്രയ്ക്കും അവർക്കും മനപ്പാടമാ. എന്ന ഖുർആനിലെ ചില സൂറത്ത് ഓയിര് ഇന്നും തപ്പുന്ന കാണായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാർ, എന്റെ ഉപ്പമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്രയോ മഹദിമാരുടെ ചരിത്രമുണ്ട്. എത്രയോ മഹദിമാർ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, കരയാതെ വായിക്കാൻ പറ്റുമോ മഹദിയുടെ ചരിത്രം? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഒരു പ്രവാചകനെ പ്രസംഗിക്കുക, അൽഹാകുമുത് തകാസുർ ഹത്താ സുറതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ബോധം കെട്ടങ്ങ് തറയി വീണു. ബോധം കെട്ട് താഴെ വീണു. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ താഴെ വീണു. ബോധം വന്നപ്പോ എഴുന്നേറ്റ് ഓടി വീട്ടിലേക്ക് കടന്നു ചെന്നു. അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് സ്വന്തം വീടിന്റെ അകത്ത് ഖബറ് കുഴിച്ചവരാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. ഖബറ് കുഴിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും നോമ്പ്, ആരും കാണാതെ രാത്രിയാ ഖബറ് കുഴിച്ചേ. അല്ലാഹുവേ, കണ്ണീനിങ്ങനെ ഒഴുകാ, കണ്ണീനിങ്ങനെ ഒഴുകാ. ഖബറിലെ മണ്ണ് പോലും മഹദിയുടെ കണ്ണുനീര് വീണിട്ട് നനഞ്ഞു. കാരണം ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. നഫീസ റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. കരഞ്ഞ് ഖബറിലെ മണ്ണ് പോലും നനയുകയാണ്. എല്ലാ ദിവസവും പടച്ചവനെ ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി. നഫീസ റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്ന് വുളുവെടുത്തു. മുസല്ല എടുത്തുകൊണ്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് 10,000 റക്അത്ത് നിസ്കരിച്ചു. ഖബറിന്റെ അകത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു. ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നു. 4000 ഖത്മോദി.
4000 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്തു. എന്റെ പ്രിയമുള്ളവരെ, അവസാനം രോഗം പിടിച്ച് കിടക്കുമ്പോ തന്റെ കുടുംബക്കാര് വന്നിട്ട് ചോദിച്ചു, നഫീസ, എന്തിനാ നീ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്? നിന്റെ തൊലി കറുത്തു, ചുമന്ന് തുടുത്തിരുന്ന നഫീസ, ഇന്ന് നിന്റെ തൊലിയെല്ലാം കറുത്തുപോയി, കണ്ണു കുഴിഞ്ഞുപോയി, എല്ലുകൾ വെളിയിൽ കാണുന്നു നഫീസ. എന്തൊരു കോലവാ പെണ്ണേ, ഇങ്ങനെ കിടന്നാ നീ മരിച്ചു പോകും നഫീസ. മിസറിലെ പെണ്ണുങ്ങളെ കണ്ടവർക്കറിയാ. ആ മഹ്ദിയോട് കുടുംബക്കാര് ചോദിക്കുകയാണ്, നീ ഓരോ ദിവസം വിട്ട് നോമ്പ് പിടിക്ക്, ഒരല്പമെങ്കിലും ഉറങ്ങ് നഫീസ, ഇല്ലെങ്കിലും മരിച്ചു പോകുമെന്ന് പറയുമ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ കരയുകയാ. കുടുംബക്കാര് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? അവിടെന്ന് പറഞ്ഞത് എന്തെന്നറിയോ? 30 വർഷം ഞാൻ ഈ ഖബറിന്റെ അകത്തിരുന്ന് ദുആ ചെയ്തത് രണ്ട് കാര്യം. 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത് രണ്ട് കാര്യം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒന്നാമത്തെ കാര്യം, മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം. മരിക്കും റബ്ബിഹിം വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂ. സ്വർഗത്തിന്റെ ആയത്ത് ഓതിയിട്ടാ പറന്നുപോയത്. അതുകൊണ്ട് പെങ്ങളെ, ചെറുപ്പക്കാരാ, എന്റെ ഉപ്പമാരെ, അള്ളാന്റെ സ്വർഗം നിനക്ക് വേണോ? ഈ സൂറത്ത് ഓതുമ്പോ നീ കരയണേ, നീ കരയണേ. കരച്ചല് വരുന്നില്ലേ? കരയുന്നവനെ പോലെ അഭിനയിച്ചാൽ അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ന് പറഞ്ഞത് വീട് സമാധാനം തരുന്ന ഒരിടമാണെന്നാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും വീടുകളുണ്ട്. നെഞ്ചത്ത് കൈവച്ചിട്ട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് സമാധാനമുണ്ടോ? ഓരോ മനുഷ്യനും സ്വന്തമായിട്ട് ചിന്തിക്ക്. സമാധാനം എന്ന് പറയുന്നത് ചിലര് കരുതിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് വലിയ മാണിയർ വീട് കെട്ടിയാൽ സമാധാനം കിട്ടുമെന്ന് കരുതുന്നവരുണ്ട്, പാപങ്ങൾ. വളരെ വില കൂടിയ ബാംഗ്ലൂരിൽ പോയി അവിടെ പോയിട്ട് ഗ്രാനൈറ്റുകൾ കൊണ്ടുവരുന്നവർ, നല്ല തേക്കും ഈട്ടിയൊക്കെ കൊടുത്തിട്ട് നല്ല തടി കൊണ്ട് ഫർണിച്ചറുകൾ പണിയുന്നവർ, കത്തുന്ന കളർ ലൈറ്റുകൾ, മനോഹരമായ ഗാർഡനുകൾ, ഇതൊക്കെ വെച്ചാൽ സമാധാനം കിട്ടുമെന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട്. എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിലൊന്നുമല്ല സമാധാനമിരിക്കുന്നത്. ഇതിലൊന്നുമല്ല സമാധാനമിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ള ഒറ്റ കാരണം തന്നെയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് 2 കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കൊടുക്കും. ഒരാളെ നശിപ്പിക്കണമെന്ന് പടച്ചറബ് ഉദ്ദേശിച്ചാൽ അവന് കല്ലിലും മണ്ണിലുമുള്ള ആഗ്രഹം കൊടുക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാനുള്ള ആഗ്രഹം കൊടുക്കും. അവൻ വീട് വെച്ച് നശിച്ചു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. വീടിന്റെ പാലുകാച്ചിന് മുമ്പ് നമുക്കറിയാം, എത്രയോ പേർ കഷ്ടപ്പെട്ട് തന്റെ ആയുഷ്കാലം മുഴുവനും കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയിട്ട് അവസാനം വീടിന്റെ മുന്നിലൂടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പറയാ, ഒന്ന് കയറ്റി ഒരു 5 മിനിറ്റ് അതിന്റെ മുറ്റത്ത് വെച്ചിട്ട് പോ, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. പാലുകാച്ചിന്റെ അന്ന് മയ്യത്തിറക്കിയ എത്ര വീടുകൾ നമുക്കറിയാം. പാലുകാച്ചിട്ട് നേരെ ചൊവ്വ ഒരു ആഴ്ച കിടന്നുറങ്ങാനും ഭാഗ്യമില്ലാതെ മരിച്ചുപോയി എത്രയോ പേരെ നമുക്കറിയാം. എന്റെ പ്രിയമുള്ളവരെ, വീടെന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള ഒരു സ്ഥലമല്ല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു, ഒരു തറവാടുണ്ടായിരുന്നു. എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും മക്കളും കൂടപ്പുറപ്പും ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ആ വീടിൻ്റെ അകത്താ കഴിഞ്ഞിരുന്നത്. പക്ഷേ നബിയെ, ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു. ആ വീട്ടിലേക്ക് താമസം മാറിക്കഴിഞ്ഞപ്പോ എൻ്റെ മകൻ മരിച്ചു. എൻ്റെ കച്ചവടം മുഴുവനും തകർന്നു തരിപ്പണമായി. എൻ്റെ ഭാര്യ രോഗം പിടിച്ച് കിടക്കുകയാ. നബിയെ, സന്തോഷവോ സമാധാനവോ ഒന്നുമില്ല. നബിയെ, ഒന്ന് ദുആ ചെയ്യ്. എന്തേ ചെയ്യേണ്ടത്? മുത്തുനബി പറഞ്ഞു കൊടുത്തു, ആ വീട് വിറ്റേക്കാനാ കളഞ്ഞേക്കാൻ. കാരണം നിനക്ക് ആ വീട് ചേർന്നതല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി.
നമ്മൾ എത്രയോ പേര് ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ചില വീടുകളിൽ എന്തുകൊണ്ടാണ് റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ വരുന്നില്ല എന്ന്? നമ്മുടെ വീടിൻ്റെ അകത്ത് ഇപ്പോൾ ശൈത്താനും മക്കളും താമസിക്കുന്നേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീടിൻ്റെ അകത്ത് റഹ്മത്തിന്റെ മലക്കല്ല, നമ്മുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, നമ്മളുമുണ്ട്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അകത്ത് വാടക തരാത്ത ഒരുത്തനും കൂടെ താമസിക്കുന്നുണ്ട്. വാടക തരാതെ വർഷങ്ങളായി നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരുത്തനും അവൻ്റെ മക്കളും താമസിക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവൻ ആരായിരിക്കും? ശൈത്താൻ. വാടക പോലും തരണില്ല, അതിനകത്ത് കയറി കിടക്കാം. അവന് ഭക്ഷണമുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത് ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ അവിടെ കഴിക്കും. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് താമസിച്ചുകൊണ്ടിരിക്കുക. അവനെ ഇറക്കി വിട്ടാൽ മാത്രമേ റഹ്മത്തിന്റെ മലക്ക് വീട്ടിലേക്ക് ഇറങ്ങി വരൂ. ആ വീടിൻ്റെ അകത്തെ സമാധാനം ഉണ്ടാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമുക്ക് അവനെ ഇറക്കി വിടണ്ടേ? പലരും പറയാത്തത്, പഠിച്ചവൻ ഇങ്ങേരി ഇനിയിപ്പോൾ മന്ത്രവാദം വല്ലതും ഉണ്ടോ, ഇപ്പൊ പൈസ വല്ലതും കൊടുക്കണം, ശൈത്താനെ ഇറക്കി വിടാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ശൈത്താനെ നിങ്ങളുടെ വീട്ടിൽ കൂടിയിരിക്കണം, ശൈത്താനെ ഇറക്കി വിടണം. അതങ്ങനാണല്ലോ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇമാം ബുഖാരി തങ്ങൾ ഹദീസിൽ കാണാം, മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരിക. ഒരു സ്ഥലത്തെത്തിയപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ വല്ലാത്ത ക്ഷീണം, ഒന്ന് കിടക്കാൻ നബിയെ. മുത്തുനബി സ്വഹാബാക്കൾക്ക് എല്ലാവരോടും പറഞ്ഞു റെസ്റ്റ് എടുത്തോളാൻ. എല്ലാവരും രാത്രി ഒരു കിട്ടിയ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങി. എല്ലാവരും ഉറങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ സുബഹി ഖളാ ആയി. സുബഹി ഖളായി. പ്രവാചകൻ സഹാബത്തിനൊക്കെ വിളിക്കാൻ തുടങ്ങി. എന്തേ സഹാബ എല്ലാവരും ഉറങ്ങാൻ വിളിക്കുക? ബിലാൽ തങ്ങളോട് ചോദിച്ചു, എന്തേ ബിലാലെ വിളിക്കാൻ? ഞാൻ നബിയെ, നിങ്ങൾ ഉറങ്ങിയില്ലേ നബിയെ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവരും ഉറങ്ങിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ ആരും നിൽക്കരുത്, പെട്ടെന്ന് വാഹനങ്ങളിൽ കയറാൻ പറഞ്ഞു. ഈ ഭൂമിയിൽ ആരും നിൽക്കരുത്, പെട്ടെന്ന് വാഹനത്തിൽ കയറ്. ധൃതി കാണിച്ചു. എല്ലാവരും പെട്ടെന്ന് വാഹനത്തിൽ കയറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ അവിടെ നിന്ന് ഓടിയത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും സുബഹി ഖളാ ആകണമെങ്കിൽ, എല്ലാവരും ഉറങ്ങിപ്പോകണമെങ്കിൽ ആ ഭൂമിയിൽ ശൈത്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് കൂടിയിരിക്കണ ശൈത്താനിനെയും അവൻ്റെ മക്കളെയും ഇന്നത്തെ രാത്രിയോടുകൂടി ഇറക്കി വിടണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇറക്കി വിടണ്ടേ? ആദ്യം നമ്മുടെ തലയിൽ കൂടിയിരിക്കുന്നവനെ ഇറക്കി വിടണം. ഇൻഷാ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ്. വയ്യ, നാളെ മുതൽ എഴുന്നേക്ക്. ബിസ്മില്ല. വയ്യ. താത്തമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ബിസ്മില്ല. എല്ലാം എഴുന്നേറ്റ്. ബിസ്മില്ല. എല്ലാവർക്കും വയ്യപ്പാ. പഴയ പോലെ ആരോഗ്യമൊന്നും ഇല്ല അല്ലേ? എഴുന്നേക്കാനും ഇരിക്കാനൊന്നും വയ്യ. റെസ്റ്റ് എടുക്കുക. എല്ലാം റെസ്റ്റാ. എവിടെ റെസ്റ്റ്? നാളെ മുതൽ ഇവിടെ എങ്ങനെ ഖബറുണ്ടോ? വെമ്പായത്ത് കൊണ്ടുപോകണമില്ലേ? ഒരുപാട് ദൂരം ഉണ്ടില്ലേ? 1/2 കിലോമീറ്റർ. എളുപ്പമാ. അപ്പൊ നാളെ കൊണ്ടുപോകാൻ എളുപ്പമാ. നാളെ കൊണ്ടുപോകാൻ എളുപ്പം. ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. അവിടെ പോയി റെസ്റ്റ് എടുക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ, പോവില്ലേ? തീർച്ചയായിട്ടും പോവല്ലോ. പള്ളിപ്പറമ്പിലേക്ക് പോകുമല്ലോ. അത് നാളെയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അല്ലേ? നമ്മളിൽ പലർക്കും മരിക്കുമെന്നറിയാം, എന്നിട്ട് എന്തോ നന്നാകത്തെന്നറിയാവോ? ഒരു ചിന്തയുണ്ട്, ഇപ്പോഴെങ്ങും പോവില്ല. നമ്മൾക്കൊരു ചിന്തയുണ്ട്, നമ്മൾ ആരും ഇപ്പോഴെങ്ങും മരിക്കൂല. അള്ളാഹു നമ്മുടെ മരണം മനോഹരമാക്കി തരുമാറാകട്ടെ. അള്ളാഹു മരണം മനോഹരമാക്കി തരുമാറാകട്ടെ. എങ്കിൽ നാളെ ഇവിടെ ബഹുമാനായ വഹാബ് നഈമി ഉസ്താദ് വഅദ് പറയുമ്പോൾ ഇവിടെ ഇരുന്നാണോ കേൾക്കുന്നത്, ഖബറിൽ ഇരുന്നാണോ കേൾക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വല്ല അടയാളമുണ്ടോ? ഒരാളുടെ മരണം അടുത്തു എന്നറിയാൻ വല്ല വഴിയുണ്ടോ? വെടി കൊണ്ടതുപോലെ നിൽക്കാതെ പറ, ഇല്ല, ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെയൊക്കെ മരണം അടുത്തോ എന്നറിയാൻ എത്ര അടയാളുണ്ട്? പറഞ്ഞ എത്ര അടയാളുണ്ട്? 5 അല്ല 3 അടയാളമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? അത്രയ്ക്കും ധൈര്യ? ഈ ചിരിയൊക്കെ അങ്ങ് മാറും. ഈ പറയുന്ന 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈ ചിരി അങ്ങ് മാറും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണം. അപ്പൊ നേരെ നിൽക്ക്. നിനക്ക് കുഴി വെട്ടാൻ സമയമായോ എന്നുള്ള അടയാളം നോക്കിക്കോ. ഞാൻ അടയാളമൊക്കെ പറഞ്ഞുതരാം. അള്ളാഹു നാളെ രാവിലെ എഴുന്നേക്കാൻ ആയുസ് തന്നാൽ വെമ്പായത്ത് പോയിട്ട് കഫൻ തുണി വാങ്ങണം കേട്ടോ.
ഈ പറയുന്ന 3 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ വെമ്പായത്ത് പോയിട്ട് കഫൻ തുണി വാങ്ങണം, കടം വല്ലതും വീട്ടാനുണ്ടെങ്കിൽ വീട്ടിക്കോണം, യാത്ര പറയണമെങ്കിൽ പറഞ്ഞോണം, പറ്റുമെങ്കിൽ പള്ളിയിൽ പോയി ആണുങ്ങൾ ഒരു ഖബറും കുഴിച്ചിട്ടോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഫർദ് എഴുന്നേക്ക് ബിസ്മില്ല. താത്താമാരൊക്കെ എഴുന്നേക്ക്. പള്ളിക്കുഴി പോകുന്ന അടയാളം കേൾക്കുമ്പോൾ എന്തിനാ ഇരിക്കണം? എല്ലാ താത്താമാരും എഴുന്നേക്ക്. എല്ലാത്തിനും വയ്യ. 500ഉം 1000ഉം മാറാൻ 1-ാം സഫിലുണ്ടായിരുന്നു. ഒരസുഖം ആർക്കും ഇല്ല അല്ലേ? 500 1000 മാറിയപ്പോൾ ആധാരം പിടിച്ചോണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം ഉണ്ടായിരുന്നു? ഒരു വേദനയില്ല. കാരണം മാറാനുള്ള തിരക്കായിരുന്നു. എഴുന്നേക്ക് ബിസ്മില്ല. പള്ളിക്കുഴി പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടിരിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ 1-ാമത്തെ അടയാളം എന്താ? നേരെ നിൽക്കുവാപ്പാ, എല്ലാം നിന്നോ ഇൻഷാ അല്ലാഹ്. 1-ാമത്തെ അടയാളം ബയാലു ശഅരിക ബഅദ സവാദിഹി. തലയിലൊക്കെ നോക്കണം. താടി ഉണ്ടെങ്കിൽ അതിൽ കൂടെ നോക്കിക്കോ. ഈ താത്താമാരൊക്കെ തലയിലെ മുടിയിൽ നോക്കിക്കോ. നിങ്ങളുടെ എല്ലാവരുടെയും ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നിന്റെ പോക്കിന്റെ സമയം അടുത്തു, തയ്യാറായിക്കോ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ പറ നബിയിനാ റസൂലുള്ളാഹി. ഒരൊറ്റ മുടി നരച്ചിട്ടുണ്ടോ കാക്ക? പള്ളിപ്പറമ്പിൽ പോയി ഒരു കുഴി വെട്ടിട്ടിയോ, നാളെ പോയി കഫൻ തുണിയും വാങ്ങിച്ചോ, നിന്നെ കൊണ്ടുപോകാൻ അസ്റായിൽ വരാൻ സമയം അടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനായില്ലേ? എല്ലാത്തിൻ്റെയും മുടി നരച്ചില്ലേ വാപ്പ? ഒരെണ്ണമല്ല. ഇനി കറുത്തത് വല്ലതും ഉണ്ടോ നോക്കണം. ഞാൻ പുറകോട്ടൊന്നും നോക്കണില്ല. ഹത്തീബ് ഉസ്താദ് രക്ഷപ്പെട്ടെന്ന് തോന്നില്ലേ അല്ലേ? വടിച്ചാലും പെയിന്റ് അടിച്ചാലും പിടിത് കളഞ്ഞാലും മൈലാഞ്ചി ഇട്ടാലും അടയാളം തന്നെയാണ്. അടയാളം തന്നെയാണ്. നല്ലതുപോലെ തിരയണം താത്താമാരെ കേട്ടാ. പോയിട്ട് നല്ലതുപോലെ നോക്കിക്കോ. ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ കഫൻ തുണി വാങ്ങിച്ചു വെച്ചോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. സമാധാനായില്ലേ? ഏകദേശം. ഇനിയിപ്പോ കുറച്ചു പേരുണ്ട്. 2-ാമത്തെ അടയാളം എന്താ? മുടി നരയ്ക്കാത്തവൻ സന്തോഷിക്കേണ്ട. 2-ാമത്തെ അടയാളം നിത്യമായിട്ടുള്ള രോഗങ്ങളാണ്. നിത്യമായിട്ടുള്ള രോഗങ്ങൾ. അസുഖങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ക്യാൻസർ വേണമെന്നൊന്നുമില്ല കേട്ടാ. നിത്യമായിട്ടൊരു തലവേദനയാണെങ്കിൽ അത് മതി. എങ്ങനെ രക്ഷപ്പെടുന്നില്ല? ഒരു തലവേദനയെങ്കിലും ഒരു തലവേദന. നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് മരണത്തിന്റെ അടയാളമാണ്. 3-ാമത്തെ അടയാളം, പഴയ ആരോഗ്യം ആർക്കെങ്കിലും ഉണ്ടോ? ഓടാനും ചാടാനൊക്കെ പറ്റുമോ? ഒന്ന് ഇവിടെ നിന്ന് അവിടെ വരെ നടക്കുക. ഒരു 10 മിനിറ്റ് നിന്നാ വേദന തുടങ്ങി. പള്ളിയിൽ പോയിട്ട് കസേരയിൽ ഇരുന്നിട്ട് നിസ്കാരം. കസേര നിസ്കാരം. ഇപ്പം പണ്ട് കസേര കളി ഉള്ളതുപോലെ ഇപ്പൊ കസേര നിസ്കാരമാ. പള്ളിയിലെ കല്യാണ വീട്ടില് മരണ വീട്ടിൽ ഇട്ടിരിക്കണ പോലെ കസേര. പള്ളിയുടെ ശാപമായിട്ടാ കസേര. കത്തിച്ചു കളയണം. 500ന്റെ നോട്ട് 1000 2000ന്റെ നോട്ടിട്ടെടുക്കാൻ പറഞ്ഞ കമന്നു വീഴും. കസേര ഇരുന്നിട്ട് സുജൂദിയ ഇല്ല അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിനും വേദന. ജോയിന്റുകൾക്കൊക്കെ വേദന. തൊലിയൊക്കെ ചുളുങ്ങി. ഇതിലെ കൂടെ നെഞ്ചും വെളുപ്പിച്ച് നെഞ്ചും വിരിച്ച് നടന്നവന്മാരൊക്കെ വളഞ്ഞു തുടങ്ങി. അത് പള്ളിക്കുടി നിന്നെ കൊണ്ടുപോകാൻ പോയതിന്റെ സമയം അടുത്തതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ 3ഉം ഇല്ലേ വാപ്പ നിങ്ങൾക്ക്? ഈ 3 അടയാളവും നിങ്ങളിൽ പലർക്കും ഇല്ലേ? ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്ന് മുതൽ ഒരുങ്ങിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഇരിക്കും സമാധാനത്തോടെ. അൽഹംദുലില്ലാ. ഇപ്പോഴാ മുഖത്തൊക്കെ ഒരു സന്തോഷമായത്. നിങ്ങൾ ഇരിക്കുമ്പോ 4 പേര് എന്തിനാ നിൽക്കണേ? ഇരുന്നോപ്പാ. സംഘാടകർ ഉള്ള കസേര പറക്കിയിട്ടൂടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലര് ചിരിക്കുന്നു. ഉസ്താദെ മുടിയും നരച്ചില്ല, ഒരു തലവേദന പോലുമില്ല, എന്റെ ഗ്ലാമറിന് ഒരു കുഴപ്പമില്ല. എടാ, ഇത് വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുണ്ട്, അങ്ങനെ കാര്യമുണ്ട്. ഇത് വേണോന്ന് യാതൊരു മുടി നരച്ചവര് മാത്രമേ മരിക്കുന്നില്ല. ഒരടയാളവും വേണ്ട. ബൈക്ക് എടുത്തിട്ട് പാഞ്ഞതാ, ഇപ്പൊ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, അള്ളാഹുവേ പടച്ചവനെ, നമ്മുടെ വീടുകൾ അല്ലാഹുവേ, നമ്മുടെ വീടിന്റെ അകത്തുനിന്ന് സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. നമ്മുടെ വീടുകളും മലക്കുകൾക്ക് അറിയൂല. നമ്മുടെ വീടുകളും മലക്കുകൾക്ക് പരിചയമില്ല. നമ്മുടെ വീടിന്റെ അകത്താണെങ്കിൽ ശൈത്താനും അവന്റെ മക്കളും വാടക തരാതെ താമസിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ ശൈത്താനിനെയും അവന്റെ മക്കളെയും ഇന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ സദസ്സിൽ
സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചിലരുടെ വീടുകൾ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല, ഈ നാട്ടുകാർക്ക് മുഴുവനും നിന്റെ വീട് അറിയണമെന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് നിന്റെ വീട് നല്ല പരിചയമാ. നിന്റെ വീടുകൾ അള്ളാഹുവേ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. നിന്റെ വീട് കാണുന്നതിന് വേണ്ടി മലക്കുകൾ കിടന്നു വരുന്നുണ്ട്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ നാട്ടിലെ ചില വീടുകൾ അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങി കാണുന്നത് പോലെ ആകാശത്ത് നിന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ചില വീടുകൾ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ നാട്ടിലെ പ്രകാശിക്കുന്ന ഭവനമേതെന്നറിയുമോ? ഈ നാട്ടിലെ പ്രകാശിക്കുന്ന ഭവനങ്ങൾ ഏതാണ്? മലക്കുകൾ കാണുന്നതിന് വേണ്ടി വരി വരിയായി ഇറങ്ങി വരുന്ന ഭവനമേതാണ്? മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന, മലക്കുകൾ വന്ന് ദുആ ചെയ്യുന്ന ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ വീടേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് മലക്കുകൾക്ക് പരിചയമുള്ള അതാ മലക്കുകൾ അവിടുന്ന് വീട് തേടിയിട്ട് ഇറങ്ങി വരുന്ന ഭൂമിയിലെ പ്രകാശിക്കുന്ന ഭവനങ്ങൾ ഏതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, 5 വീടുകളാണ്, 5 വീടുകളാണ് പ്രകാശിക്കുന്നത്. ഈ നാട്ടിലെ 5 വീടുകൾ ഈ നാട്ടുകാർക്കറിയില്ലെങ്കിലും മലക്കുകൾക്കറിയാം. ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ തുടങ്ങുന്ന ലക്ഷക്കണക്കിന് മലക്കുകൾക്ക് പരിചയമുള്ള 5 വീടുകളാണുള്ളത്. അതിലെ ഒന്നാമത്തെ വീടേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളുടെ വീടാ വീട്ടിലുണ്ടോ? ആ ലിസ്റ്റിൽ നിങ്ങളുടെ വീടുണ്ടോ? മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടാണോ? ഇബ്ലീസിന്റെ സാന്നിധ്യമുള്ള വീടാണോ? എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ഭവനമേതെന്നറിയുമോ? ഈ ലോകത്തുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ, ആ പള്ളികൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാകട്ടെ. പടച്ചവനെ, ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലം കിട്ടുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാകട്ടെ. മുത്തുനബിയുടെ മസ്ജിദ് നബവി ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 50,000 പ്രതിഫലം. ആ മസ്ജിദ് നബവിയാകട്ടെ, അല്ലെങ്കിൽ ഫലസ്തീനിൽ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് 25,000 റക്അത്തിന്റെ പ്രതിഫലമാ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ തക്കാവാകട്ടെ, അല്ലാഹുവിന്റെ ഈ ഭൂമിയിലെ സർവ്വ പള്ളികളും നാളെ സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ പള്ളി നാളെ സ്വർഗ്ഗത്തിലാണ്, ഈ പള്ളി നാളെ സ്വർഗ്ഗത്തിലാണ്. വെറുതെയല്ല പോകുന്നത്, വെറുതെയല്ല പോകുന്നത്. ഈ പള്ളി നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ 5 വിഭാഗം ആൾക്കാർ ഈ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ ഈ പള്ളി പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ നാട്ടുകാരായ 5 ആൾക്കാരുണ്ടല്ലോ, ഈ നാട്ടിലെ 5 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവർ ഈ പള്ളിക്കകത്തിരുന്നാണ് സ്വർഗത്തിൽ പോകുന്നത്. അല്ലാഹുവേ, ആ ഭാഗ്യം നീ ഇവർക്ക് നൽകണേ അല്ലാ. ലോകത്തുള്ള സർവ്വ പള്ളികളും അല്ലാഹുവിന്റെ ഭവനങ്ങളാ, അല്ലാഹുവിന്റെ വീടാണ്. ഈ വീടുകൾ മുഴുവനും നാളെ സ്വർഗ്ഗത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വീടായ ഈ പള്ളിയുണ്ടല്ലോ, ഇത് അലങ്കരിക്കേണ്ടത് എങ്ങനെയാണ് സഹോദരാ? AC വെച്ചിട്ടല്ല, കളറുന്ന വലിയ വലിയ ലൈറ്റുകൾ വെച്ചിട്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വീട് എങ്ങനെയാണ് പ്രകാശിപ്പിക്കുക?